ഹമാസിന്റെ സൈനിക വിഭാഗം മേധാവിയായ ഇസ അൽ ദിൻ അൽ ഹദ്ദാദിനെ വധിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേന. ഗാസ സിറ്റിയിൽ വെള്ളിയാഴ്ച നടന്ന വ്യോമാക്രമണത്തിലാണ് ഇസ അൽ ദിൻ അൽ ഹദ്ദാദ് കൊല്ലപ്പെട്ടതെന്നാണ് IDFന്റെ അവകാശവാദം. ഒക്ടോബർ 7-ന് ഇസ്രയേലിന് നേരെ നടന്ന ആക്രമണത്തിൽ പങ്കുള്ള ഹമാസിന്റെ അവസാനത്തെ മുതിർന്ന കമാൻഡർമാരിൽ ഒരാൾ കൂടിയാണ് ഹദ്ദാദ് എന്നും IDF പറഞ്ഞു. മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഹദ്ദാദ് ഹമാസിന്റെ സൈനിക വിഭാഗം മേധാവിയായത്. ഹമാസിനെ പുനരുജ്ജീവിപ്പിക്കാനും ഇസ്രയേലിനെതിരെ നിരന്തരം ആക്രമണം നടത്താനും ഹദ്ദാദ് നേതൃത്വം നൽകി. ഇസ്രയേലിലെ സാധാരണക്കാർക്കെതിരെയും സൈനികർക്കെതിരെയും ഒട്ടേറെ ആക്രമണങ്ങളാണ് ഹദ്ദാദ് ആസൂത്രണം ചെയ്തിരുന്നതെന്നും IDF പ്രസ്താവനയിൽ പറഞ്ഞു. ഇസ്രയേലുകളെ ബന്ദികളാക്കിയ സ്ഥലം പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നത് ഹദ്ദാദ് ആയിരുന്നു. ബന്ദികളെ ഉപയോഗിച്ച് മനുഷ്യകവചം തീർത്താണ് ഇയാൾ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നതെന്നും IDF കൂട്ടിച്ചേർത്തു. ഹദ്ദാദിന് പുറമെ ഹമാസ് നേതാക്കളായ 2 പേർ കൂടി മറ്റ് വ്യത്യസ്ത ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായും IDF അറിയിച്ചു. ഹമാസിന് വേണ്ടി ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ച കമാൻഡർമാരിൽ ഒരാളാണ് കൊല്ലപ്പെട്ട ഹദ്ദാദ്. 1980കളിൽ ഹമാസിൽ ചേർന്ന ഹദ്ദാദ് ഹമാസിന്റെ ഉന്നത നേതൃത്വവുമായി എല്ലാ കാലത്തും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഗാസ സിറ്റി ബ്രിഗേഡിന്റെ കമാൻഡർ പദവി ഉൾപ്പെടെ ഹമാസിന്റെ വിവിധ പദവികളും വഹിച്ചു. ഹമാസിന്റെ ഉന്നതാധികാരി സമിതിയായ ഹമാസ് മിലിറ്ററി കൌൺസിലിലും അംഗമായിരുന്നു. 2023 ഒക്ടോബർ 7-ന് ഇസ്രയേലിന് നേരെ നടന്ന ഹമാസ് ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു ഹദ്ദാദ്. ഗാസ സിറ്റിയിലെ റിമാൽ മേഖലയിലുള്ള ഒരു അപ്പാർട്ട്മെന്റിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. മറ്റൊരു വാഹനത്തെയും ഇസ്രയേൽ ഡ്രോൺ ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടു. ആക്രമണത്തിൽ ഇതുവരെ 7 പേർ കൊല്ലപ്പെട്ടതായും 50ഓളം പേർക്ക് പരിക്കേറ്റതായും പലസ്തീൻ മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെയും നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ആക്രമണം നടത്തിയതെന്ന് സൈന്യം വ്യക്തമാക്കി. ആക്രമണം വിജയകരമാണെന്നും ഹദ്ദാദ് കൊല്ലപ്പെട്ടിട്ടുണ്ടാകാനാണ് സാധ്യതയെന്നും ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നു. എന്നാൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ഗാസയിലെ സൈനിക കമാൻഡർമാരെ വധിക്കുന്നതിന്റെ ഭാഗമായാണ് ഇസ്രായേൽ ഈ നീക്കം നടത്തിയതെന്നാണ് വിവരം. ഇതിനു മുൻപും ഹദ്ദാദിനെ വധിക്കാൻ പലതവണ ശ്രമങ്ങൾ നടന്നിരുന്നു. അതേസമയം ഇസ്രായേലും ലബനാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ 45 ദിവസത്തേക്ക് കൂടി നീട്ടാൻ മധ്യസ്ഥ ചർച്ചയിൽ ധാരണയായതായി ട്രംപ് ഭരണകൂടം അറിയിച്ചു. ഇസ്രായേൽ ആക്രമണം പതിവ് പോലെ ആവർത്തിക്കുന്നതിനിടയിലാണ് സമാധാന കരാർ എന്ന പദം ആവർത്തിക്കുന്നത്. വെടിനിർത്തൽ കരാർ 6 ആഴ്ച കൂടി ദീർഘിപ്പിച്ചതായാണ് അവകാശവാദം. ഏപ്രിൽ 17-ന് പ്രഖ്യാപിച്ച വെടിനിർത്തലിന് ശേഷവും ഇരുവശത്തുമുള്ള ആക്രമണങ്ങളിൽ കുറവുണ്ടായിട്ടില്ല. ലബനീസ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ആദ്യ കരാർ നിലവിലുണ്ടായിരുന്ന ഏപ്രിൽ മധ്യത്തിൽ മാത്രം 400-ലധികം പേർ കൊല്ലപ്പെട്ടു. ഇതിൽ 22 കുട്ടികളും ഉൾപ്പെടുന്നു. പതിവ് ശൈലിയിൽ അടിസ്ഥാന സൗകര്യങ്ങളെയും സാധാരണ ഗ്രാമങ്ങളെയുമാണ് ഇസ്രയേൽ ആക്രമിക്കുന്നത്. ആദ്യത്തെ സമാധാന കരാറിന്റെ 3 ആഴ്ചയും ആക്രമണം തുടർന്നു. ഇപ്പോൾ നീട്ടൽ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. US വിദേശകാര്യ വകുപ്പ് വെള്ളിയാഴ്ചയാണ് വെടിനിർത്തൽ 45 ദിവസത്തേക്ക് കൂടി നീട്ടിയതായി സ്ഥിരീകരിച്ചത്. അടുത്ത ചർച്ച ജൂൺ 23 തീയതികളിൽ നടക്കും. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ പോലും ഇസ്രയേൽ സൈന്യം ലബനാനിലെ നബാത്യ, ചയ, ബിൻ ജബൈൽ ജില്ലകളിൽ വ്യോമാക്രമണവും ഷെല്ലാക്രമണവും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മാത്രം 7 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ പാരാമെഡിക്കലുകളും ഉൾപ്പെടുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഏപ്രിൽ 8-ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇസ്രയേൽ ലബനനിൽ നടത്തിയ വൻ ആക്രമണത്തിൽ 10 മിനിറ്റിനുള്ളിൽ 303 പേരാണ് കൊല്ലപ്പെട്ടത്. ഇത് വെടിനിർത്തലിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ചും അമേരിക്കൻ ഭരണകൂടം ലോകത്തിന് മുന്നിൽ നടത്തുന്ന സമാധാന നാടകത്തെക്കുറിച്ചും വിമർശനങ്ങളും ചർച്ചയും ഉയർത്തി. ഇസ്രയേൽ ആക്രമണങ്ങൾക്കും തെക്കൻ ലബനനിലെ സൈനിക അധിനിവേശത്തിനുമെതിരെ ഹിസ്ബുള്ള ഡസൻ കണക്കിന് പ്രത്യാക്രമണങ്ങൾ നടത്തുന്നു. ഇസ്രയേൽ ടാങ്കുകൾ, ബുൾഡോസറുകൾ, സൈനിക കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട മിസൈലുകൾ, ആർട്ടിലറി ഷെല്ലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ നടത്തുന്നു. ഇതിനിടയിലാണ് ജനങ്ങളുടെ ജീവിതം തുടർച്ചയായുള്ള ആക്രമണങ്ങൾ ലബനനിൽ വൻ മാനുഷിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചതായാണ് UN കണക്കും. 16 ലക്ഷത്തിലധികം ആളുകൾ നാടും വീടും ഉപജീവന മാർഗങ്ങളും വിട്ട് ഒളിച്ചുപോകാൻ നിർബന്ധിതരായി. ലബനന്റെ ജനസംഖ്യയുടെ 5-1 വരും ഇത്. കുറഞ്ഞത് 110 ആരോഗ്യ പ്രവർത്തകർ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം മാത്രം കൊല്ലപ്പെട്ടു. സിവിൽ ഡിഫൻസ് കേന്ദ്രം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കപ്പെട്ടു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം മൂലം പലയിടത്തും രക്ഷാപ്രവർത്തനങ്ങൾ തന്നെ സാധ്യമല്ലാതാക്കി തീർത്തു. തെക്കൻ ലബനനിൽ ഇസ്രയേൽ ഒരു ബഫർ സോൺ സൃഷ്ടിക്കുന്നതായും അവിടെ തങ്ങളുടെ സൈനിക സാന്നിധ്യം തുടരുമെന്നും ഇസ്രയേൽ സൈന്യവും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.